അപ്പോൾ കേരളക്കര കാത്തിരുന്ന അൻവിൻ എക്സ്പോസിംഗ് പാർട്ട് 2 ഡോക്ടർ ട്രേക്ക് വെളിവിട്ടിരിക്കുന്നു. വീഡിയോ ഞാൻ കണ്ടു. ആദ്യത്തെ അത്ര ഒരു എനർജി ഒന്നും ഇല്ലല്ലോ ഡോക്ടർ ട്രേക്ക്. അപ്പോൾ വീഡിയോ കണ്ട് വീഡിയോ റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ദിസ് ഈസ് ഷാനസ് ടോക്സ് ഇൻ ഷാനസ് ടോക്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. മീറ്റ് അൻവിൻ ജോസ്. അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 കാറില്ല എന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണമല്ല. ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള 18, 19, 20, 21 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് 400 രൂപയ്ക്ക് സെല്ല് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത്. അതെ 21 കാറൊന്നുമില്ല, അൻവിൻ എല്ലാവരും സ്കാം ചെയ്യുവാണ്, അൻവിൻ റെന്റഡ് റിച്ച് ആണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞത്. എനിക്ക് അൻവിനോട് പ്രത്യേകിച്ച് ദേഷ്യവും കാര്യമൊന്നുമില്ല. എനിക്ക് അൻവിനോട് ദേഷ്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം പേഴ്സണൽ റിവെഞ്ചിനോ വെണ്ടറ്റ തീർക്കാൻ വേണ്ടിയോ ഞാൻ പറഞ്ഞതല്ല. അൻവിൻ 400 രൂപ കോഴ്സ് കൊച്ചു കുട്ടികൾക്കായിട്ട് വിറ്റ് തുടങ്ങി. അതൊരു സ്കാമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കോൾ ഔട്ട് ചെയ്തത്. ഫസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു, 21 കാറില്ല എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു സാധനം നമ്മുടെ പേരിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സാധനം ഉണ്ട്. ഞാൻ ഒന്ന് നീങ്ങിയിരുന്നോട്ടെ. നമ്മുടെ കയ്യില് സാധനം ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ 21 വണ്ടി ഉണ്ട് എന്ന് ഞാനിപ്പോ പല ആൾക്കാരുടെയും പേരിലായിരിക്കും വാങ്ങിച്ചിട്ടേക്കുന്നത്. ചിലപ്പോ എന്റെ പേര് തന്നെ ആയിരിക്കും. അപ്പോ നാളെ എടുത്ത് എവിടെ കിടക്കുന്ന ഒരുത്തം വന്നു നിന്നിട്ട് എനിക്ക് 21 വണ്ടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു മൈ വ്യൂ പോയിന്റ്, എന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഞാൻ ആ നാട്ടുകാരെ പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരെ പേരിൽ വാങ്ങിച്ചു, എന്തോന്നിന് വാങ്ങിച്ചു എന്നുള്ളതൊക്കെ എന്റെ ഇഷ്ടമാണ്. അതെനിക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ പേരിൽ ആ വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ, അത്രയും വണ്ടി എന്റെ കയ്യിൽ ഇല്ല എന്ന് വേറൊരുത്തം വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവനത് പ്രൂവ് ചെയ്യണം. അവനാണത് പ്രൂവ് ചെയ്യേണ്ടത്. വണ്ടിയുടെ കേസ് മാറ്റി നിർത്താം, വണ്ടിയുടെ കാര്യത്തിന്റെ കേസ് നമുക്ക് മാറ്റി നിർത്താം. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, 21 വണ്ടി അൻവിന്റെ പേരിൽ ഇല്ല എന്ന് ഡോക്ടർ ട്രാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് ഇതുവരെ കാണിച്ചിട്ടില്ല. ഡോക്ടർ ട്രാക്ക് എന്തുകൊണ്ട് അതിന്റെ തെളിവ് കാണിക്കുന്നില്ല? ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അതിന്റെ തെളിവൊന്ന് കാണിച്ചൂടെ? അത് കാണിക്കുന്നില്ല. അപ്പോ 21 കാറില്ല എന്ന് ഡോക്ടർ ട്രാക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന് പുലമ്പിട്ട് പോയി. പല ആൾക്കാരുടെ പേരിലായിരുന്നു ചിലപ്പോൾ അൻവിൻ വാങ്ങിച്ചേക്കുന്നത്. 21 വണ്ടി ഇല്ല എന്ന് എന്ത് അടിസ്ഥാനത്തിന്റെ പേരിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് രണ്ടാമത്തെ വീഡിയോയിൽ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ച് കാണിച്ചില്ല. എവിടെ? ഇതാണ് എക്സ്പോസിങ്. വായിൽ വന്ന എന്തെങ്കിലും കോതയ്ക്ക വാട്ടുന്നവന് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നതാണോ എക്സ്പോസിങ്? ഇത് എക്സ്പോസിങ് ഇല്ല, ദിസ് ഈസ് ഡിഫേമേഷൻ എന്നേ പറയത്തുള്ളൂ. ദിസ് ഈസ് നോട്ട് എക്സ്പോസിങ് ബ്രോ. സീരിയസ്ലി, ദിസ് ഈസ് നോട്ട് എക്സ്പോസിങ്. ഫ്യൂ എക്സ്പോസിങ് സംതിങ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് ഷോ അസ് സം പ്രൂഫ് കാണിക്കുന്നില്ല. ആൻഡ് 400 രൂപയ്ക്ക് കോഴ്സ് വിറ്റ് തുടങ്ങി. എന്ത് കോഴ്സ്? ഏത് കോഴ്സ്? എന്ത് കോഴ്സ്? കോഴ്സ് വിറ്റ് തുടങ്ങി സ്കാം എന്ന് വന്ന് ഇയാൾ പറഞ്ഞ ഉടനെ സ്കാം ആവോ? ഇഫ് 400 രൂപയ്ക്ക് കോഴ്സ് വിറ്റ് സ്കാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കുക. എവിടെന്നോ ആരൊക്കെയോ പൊക്കിക്കൊണ്ടുവന്ന കുറച്ച് ചാറ്റല്ല കാണിക്കുള്ളൂ. അത് നിങ്ങളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും വന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ് ചെയ്യണമെങ്കിലോ? അൻവിൻ അതിനെ കുറിച്ചൊന്നും പറയുന്നതുമില്ല. അങ്ങനെ ഇച്ചിരി പൈസക്ക് കുറച്ച് വണ്ടി എടുക്കുന്നു, ഇച്ചിരി പൈസക്ക് ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഇച്ചിരി ആയിട്ട് അങ്ങേരെ നടക്കുന്നു. ഇവൻ വന്നിട്ട് ഏതൊക്കെ കുറെ ചാറ്റും കോപ്പും പൊക്കി പിടിച്ചോണ്ടിട്ട് ഇതാണ് തെളിവെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. Are you serious? Is this exposing? This is defamation, bro. അൻവിന്റെ സ്കാം നമ്പർ 1, കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. UK പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് ഇല്ലീഗൽ കൂടിയാണ്. സോ അൻവിൻ ചെയ്തത് അത് ചെറിയ കുട്ടികളിനകത്തുനിന്ന് മാത്രമല്ല, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ് അമ്മുവിനെയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത്. അത് ശരി. ആദ്യം പറഞ്ഞ 400 രൂപയ്ക്ക് കോഴ്സ് കൊടുത്തെന്ന്, ഇപ്പൊ പറയുന്നു 10,000 രൂപയുടെ പൗണ്ട് വിറ്റെന്ന്. കൊച്ചു കുട്ടികളെ മാത്രമല്ല, കൊച്ചു കുട്ടികളെ എങ്ങനെയാണ് 10,000 പൗണ്ട്? 10 ലക്ഷമോ? 10 ലക്ഷമൊക്കെ എന്താണ് പൊടി പിള്ളേരൊക്കെ എടുത്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ? എന്തിനും എടുത്തിട്ട് കൊടുക്കാൻ? കൊച്ചു കുട്ടികളെ സാധാരണക്കാരെ മാത്രമല്ല, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ അമ്മുവിനെ സ്കാമിൽ പിടിച്ചിട്ടിട്ടുണ്ട്. നീരജ അമ്മുവിനെ നോക്കുമ്പോൾ 302K ഉണ്ട്.
അപ്പൊ നീ ഈ സ്കാമിനെ കുറിച്ച് നീരജ അമ്മൂനെ സ്കാം ചെയ്തിട്ടുണ്ടോ നീ പറയുന്നുണ്ടെങ്കിൽ നീരജ അമ്മൂനെ വിളിച്ച് വീഡിയോയിൽ ഇരുത്തി പറഞ്ഞൂടെ? അപ്പൊ അതൊരു പ്രൂഫ് അല്ലേ? അതല്ലേ തെളിവായിട്ട് ബാക്കിയുള്ളവർ മുമ്പ് കാണിക്കാനുള്ള. ആ പെണ്ണുമ്പിള്ളേനെ കൂടെ വിളിച്ചിരുത്തി പറഞ്ഞൂടെ ഞങ്ങൾക്ക്? അല്ലാതെ നീരജ അമ്മൂനെ പെടുത്തിയിട്ടൊന്നും പറഞ്ഞ് പുള്ളിക്കാരുടെ ഒരു സ്ക്രീൻഷോട്ട് 3 വിരൽ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വന്നിട്ട് വെടുവാളിത്തരം മുലമ്പി കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് പ്രൂഫാണോ? നീ പൊക്കി പിടിച്ചോണ്ടിരുന്ന ചാറ്റും കാര്യങ്ങളൊക്കെ പ്രൂഫാണോ ഇവിടെ? എനിക്ക് അറിയാൻ വയ്യല്ലത്. എവിടെ പോകുന്നത്? ഡേയ്, നീരജ അമ്മൂനെ സ്കാം ചെയ്യുന്നുണ്ടെങ്കിൽ നീരജ അമ്മൂനെ ഒന്നി വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തുക, അല്ലെങ്കിൽ നീരജ അമ്മൂന്റെ അടുത്ത് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം. ഞാൻ എന്തായാലും ഈ വീഡിയോക്ക് താഴെ നീരജ അമ്മൂനെ മെൻഷൻ അടിക്കുക. അവര് അൻവിൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാർന്ന് പറ. നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വന്ന് പറ. നിങ്ങളെ പേര് ഇതിനകത്തോട്ട് കൊണ്ടുവരില്ലേ? അപ്പൊ അതൊരു പ്രൂഫല്ലേ? നിങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൂഫായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കാം. അല്ലാതെ ഇത് വന്നിട്ട് നീരജ അമ്മൂനെ പറ്റിച്ച് അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞാൽ ഇത് പ്രൂഫാണ്. ഇത് ഏത് കോണത്തിലെ പ്രൂഫ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയും ഒക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന്. അൻവിന്റെ സ്കാം അവിടെ അല്ല. അൻവിന്റെ സ്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അത് ഫേക്ക് ആയിരുന്നു. അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ വിസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വിസ റിജക്റ്റ് ആയി. ഇത് ഫേക്ക് ആയതുകൊണ്ട് അന്ന് കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പൊ ആ കമ്പനിയുടെ 100% ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ്. അതിന്റെ അക്കൗണ്ട്സ് ഒന്നും അൻവിൻ പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല, ഗവൺമെന്റിലോട്ട് ചെയ്യത്തതുമില്ല. ജാനുവരി വരെ അൻവിന് അതിനു വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ UK അൻവിൻ. അടുത്തത് വിസ കൊടുക്കാന്ന് പറഞ്ഞു പറ്റിച്ചു. ശരി, വിസ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു. അപ്പൊ കേസ് കൊടുത്തെന്ന് പിള്ളേർ പറയുന്നു. മിസ്റ്റർ ഡോക്ടർ ഡ്രേക്ക് ആൻഡ് യുവർ പാർട്ട്ണർ ലൈഫ് ഓഫ് ഹക്കീം എന്റെ കാസറ്റ്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ജോണറിൽ ഇങ്ങനെ കടന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് കടന്ന് പൊലമ്പുന്നുണ്ടല്ലോ. വെടുവാളിത്തരം വന്നൊന്ന് കടന്ന് വിളിച്ച് കീറുന്നുണ്ടല്ലോ ആൾക്കാരെ സ്കാം ചെയ്യാനായിട്ട്. യു ആർ ഡൂയിങ് ദിസ് സ്കാം without a proof. You are saying this type of shit, that's a scam. ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. If you are saying something or expressing something, let us know what the proof it is. Okay? നിങ്ങൾ പറയുന്നു കുട്ടികളെ വിസ കൊടുത്തിട്ട് തെറ്റിക്കുന്നു അല്ലെങ്കിൽ പറ്റിച്ചു, പൈസ വാങ്ങിച്ചിട്ട് പറ്റിച്ചു. അപ്പൊ അവര് കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്ത് എന്നുള്ളതിൽ ഒരാളെങ്കിലും നിങ്ങളെ വീഡിയോയിൽ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്തുകൂടെ? 6 ദിവസം ടൈം എടുത്തല്ലേ നിങ്ങൾ വീഡിയോ ചെയ്തത്? 6 ദിവസം, ഒരാഴ്ച ടൈം എടുത്താണ് നിങ്ങൾ വീഡിയോ ഇട്ടത്. ഈ വീഡിയോക്കകത്ത് ഓരോ സ്കാം, ഓരോ വീഡിയോ വെച്ച് നിങ്ങൾ പാർട്ട് ഒരുപാട് ഇട്ടോ, കുഴപ്പമില്ല. ഓരോ വീഡിയോ വെച്ച് ഓരോ സ്കാം എക്സ്പോസ് ചെയ്തൂടെ? ഈ കേസ് കൊടുത്തെന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഈ വീഡിയോ എടുത്ത് സംസാരിപ്പിച്ചൂടെ? ആ കേസ് കൊടുത്തതിന്റെ പ്രൂഫും കാര്യങ്ങളും വെച്ച്. നീരജ അമ്മു എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവന്ന് നിങ്ങളെ കൂടെ എടുത്ത് വീഡിയോ എടുത്ത് സംസാരിപ്പിച്ചൂടെ? അതൊരു പ്രൂഫ് അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല? നിങ്ങൾ അല്ലാതെ വന്ന് നീ പറയുന്നതും കുറെ സ്ക്രീൻഷോട്ടും കാണിച്ചു കഴിഞ്ഞാൽ ഈ കാണികൾ മൊത്തം അത് വിശ്വസിക്കുന്നു. കണ്ട പൊട്ടന്മാരൊന്നും കമന്റ് ഇടുമായിരിക്കും. തലയ്ക്ക് വിവരമുള്ള ആരും വന്നത് കമന്റ് ഇടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് വന്ന് ഇടുമെന്ന് തോന്നുന്നില്ല. കാരണം നിന്റെ പേരിൽ കുറെ കേസും കാര്യങ്ങളൊക്കെ വന്നതും എല്ലാം നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കേസാണ്. അപ്പൊ നീ ഏത് ടൈപ്പിലുള്ള ആളാണെന്ന് അറിയാം. എന്നിട്ട് പറയുന്നത് ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ടേ ഇടുള്ളൂ, കാരണം അത്രയ്ക്ക് കണ്ടന്റ് ഒന്നും ഇല്ല, കണ്ടന്റ് എനിക്ക് പൊക്കി പിടിച്ചുകൊണ്ട് ഇടാനില്ലെന്ന് പറഞ്ഞ് നീ തന്നെയാണ് ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് പൊക്കി ആ സ്റ്റോറി എനിക്ക് പൊക്കി പിടിച്ചൊന്ന് കാണിക്കാനൊന്നും എനിക്ക് വയ്യ. നീ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, നിന്റെ വീഡിയോ നിന്നെ ഫോളോ ചെയ്ത് ഈ വീഡിയോ കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്കുള്ള ഒരു 300K 400K ഒക്കെ നീ ആയല്ലോ. അപ്പൊ അതിലുള്ള ആൾക്കാർ മൊത്തം കണ്ടു കാണും. നിനക്ക് കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് 2 പാർട്ടായിട്ടേ ചെയ്യുള്ളൂ, 3 പാർട്ടായിട്ട് ചെയ്യൂല എന്ന് ആദ്യം ഒരു വീഡിയോ ഇട്ട്, പിന്നെ ഇപ്പൊ 3 പാർട്ടാക്കിയിട്ടൊന്ന് വീണ്ടും ഇന്ന് വന്ന് വീഡിയോ ഇട്ടു. ഇത് കാര്യമായിട്ടൊന്നും ഇല്ലല്ലേ ഈ രണ്ടാമത്തെ വീഡിയോയില്? ഒരാഴ്ച ടൈം എടുത്തല്ലേ വീഡിയോ ഇട്ടത്? നീ ഓരോ സ്കാം കുറെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഓരോ സ്കാമും നിനക്ക് ഓരോ പാർട്ടായിട്ട് എക്സ്പോസ് ചെയ്തുകൂടെ? അതിൽ വിത്ത് പ്രൂഫ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്ത് ആരെങ്കിലും കൊണ്ടുവന്ന ആ വീഡിയോയിലെടുത്ത് നീരജ അമ്മുവിന്റെ പേര് നീ വലിച്ചിടുന്നുണ്ടെങ്കിൽ നീരജ അമ്മുവിനെ കൊണ്ടുവന്നിരുത്തി പറയിപ്പീരി. കേസ് കൊടുത്ത ഒരാളെങ്കിലും കേസ് കൊടുത്തതിന്റെ FIR നോട്ടീസോ എന്തെങ്കിലും ലീഗൽ പേപ്പർ കാണുമല്ലോ, അത് കൊണ്ടുവന്ന് അൻവിന്റെ പേര് കാണിച്ചിട്. പിന്നെ നിബു സിറിയാക്കൊക്കെ നാട് വിട്ടു പോയി. പിന്നെ ഈ കേസ് കൊടുക്കുമ്പോ കമ്പനി ആരെ വല്ലാണോ അവരെ നാട് വിട്ടു പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോ നിബു സിറിയാക്കിട്ട് പറ്റിച്ചിടണമെന്നുണ്ടെങ്കിൽ നിബു സിറിയാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ. ആ വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ട് അതുകൊണ്ടൊന്ന് കാണിക്കുകയല്ലേ? കാണിക്കാതെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? ഇതാണോ എക്സ്പോസിങ്? ഇതാണോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം? ഒരാളെ കുറിച്ച് വന്ന് എന്തെങ്കിലും വായിത്തൊന്ന് വിളിച്ച് പറയുന്നതാണോ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം? ഷോസ് ദ പ്രൂഫ് മാൻ. സ്കാം നമ്പർ 2 ഓട്ടോസ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി.
ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ്. ആൻഡ് ഡിഫമേഷൻ കേസുമായിട്ട് വരണ്ട, ഇത് പബ്ലിക് റെക്കോർഡാണ്. കമ്മിങ് ടു ദ പോയിന്റ്, ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയോ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത്? 20,000 പൗണ്ട്, അഥവാ 20 ലക്ഷം രൂപ. സ്കാം അക്യൂസേഷൻ ഓക്കെ. സ്കാം അക്യൂസേഷൻ നമ്പർ 2, ഓട്ടോസ്പാ ബിസിനസ്. ഇത് ഓക്കെ, ശരിയാണ്. ഇത് ശരിയായിരിക്കാം. കാരണം ഒരു സാധനം കാണിച്ചല്ലോ, അങ്ങനെ ഒരു സാധനം കാണിച്ച് 0 ഗവൺമെന്റിന്റെതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം ഉണ്ട്, ശരിയാണ്, ഇത് ഓക്കെയാണ്. ഇത് കാണിച്ചാൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ എന്തെങ്കിലും ഒന്ന് കാണിക്കുന്നു ഉണ്ട്. ഓക്കെ, നല്ല കാര്യം, അത് നല്ല കാര്യം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ അൻവിൻ വാങ്ങിക്കുന്ന 20 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ അൻവിൻ അത് വാങ്ങിച്ച് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ് 20 ലക്ഷം രൂപ അൻവിൻ വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ അൻവിൻ റിച്ചല്ലേ? അപ്പൊ 20 ലക്ഷം രൂപ അൻവിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അൻവിൻ അതിൽ റിച്ചല്ലേ? പിന്നെ അൻവിന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞ് ഇയാൾ വന്ന് നടന്ന് പുലമ്പുന്നത് എന്ത് അർത്ഥത്തിലാണ്? പറ്റിച്ചിട്ടായാലും അങ്ങേര് പൈസ വാങ്ങിച്ചില്ലേ? അപ്പൊ അങ്ങേര് പൈസക്കാരനല്ലേ? സ്കാം നമ്പർ 3, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക. നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ. എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ആയിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. Hi, my name is Sujil Shani. Autospa Express. Autospa Express. One of the partners of എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ പറഞ്ഞു. സമയം ചുരുക്കാൻ കാരണം അൻവിന്റെ സ്കാമുകളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 3. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. ഇതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലടേ. അൻവിനെ അതിൽ നീ ഊതിപ്പോയി. അൻവിനെ ഇതിലൊന്നും പറയില്ല. നീ മിനി കൂപ്പറിന്റെ പറ്റിപ്പങ്ങേര് പൊക്കി പിടിച്ചോണ്ട് വന്നു, അത് തെളിവാണ്. അതിലൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ആദ്യത്തെ അക്യൂസേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ സാധനത്തില് അതൊരു പ്രൂഫല്ല. ഇയാള് കാണിക്കുന്നതും വിളിച്ച് പണയുന്നതും പ്രൂഫല്ല. ഒരാഴ്ച ടൈം എടുത്ത് വീഡിയോ ചെയ്തെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 കേസ് ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവന്നിരുത്തി വീഡിയോ ചെയ്യിക്കാം. ഇൻഫ്ലുവൻസർ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ മെൻഷൻ അടിച്ചേക്കാം. പേരെന്താണെന്ന് ഞാൻ നോക്കിയിട്ടേ, ഞാൻ മറന്നുപോയി. എനിക്ക് പെട്ടെന്ന് മറന്നുപോകും, കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയില്ലേ, പെട്ടെന്ന് മറന്നുപോയി. അങ്ങനെ ഞാൻ മെൻഷൻ അടിച്ചേക്കാം. നിങ്ങൾ അതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട് ഈ പുള്ളി പറഞ്ഞതിനെ കുറിച്ച് അൻവിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ സ്കാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മറുപടി ആയിട്ടൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം അൻവിൻ ഒരു സ്കാമർ ആണെന്നുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ബാക്കി വിസ കേസും കാര്യങ്ങളും ഒന്നും പ്രൂഫൊന്നും പറയുന്നില്ല, ഞാൻ നമ്പത്തില്ല. വണ്ടിയുടെ കേസ്, ഓട്ടോസ്പായുടെ കേസ് പ്രൂഫുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. അൻവിൻ സ്കാം ചെയ്യുകയാണെന്ന് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ അൻവിൻ പറ്റിച്ചാലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അൻവിൻ റിച്ചല്ല എന്ന് ഉള്ള സാധനം എനിക്ക് നമ്പാൻ പറ്റുന്നില്ല. കാരണം അൻവിൻ പറ്റിച്ചിട്ട് കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സ്കാം ആയിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരെ റിച്ച് ആയിരിക്കും, ഇല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിലൊന്നും ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? പറ്റത്തില്ല. ആൻഡ് ഇനി മൂന്നാമത്തെ പാട്ടുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ഒരു എനർജി ലെവലൊന്നും ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഇല്ലല്ലോ. എന്തൊക്കെയോ മല മതിക്കൊന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ വീഡിയോ ഇടാമെന്നും പറഞ്ഞു ഒരാഴ്ച കാത്തിരുന്നു. എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. സീരിയസ്ലി ട്രാക്ക് നിങ്ങൾ എന്തോ വലിയ കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ ഇല്ലല്ലോ അതിനകത്ത്. ഇനി അടുത്ത വീഡിയോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുവരുന്ന സാധനങ്ങളിലെങ്കിലും ഒന്ന് പ്രൂഫ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നില്ല. എനിക്ക് അങ്ങേര് പറഞ്ഞ 3 വീഡിയോയിൽ രണ്ടാമത്തെ വീഡിയോ ഇറക്കിയപ്പോൾ എനിക്ക് രണ്ടാമത്തെ വീഡിയോക്കുള്ള കണ്ടന്റായി, കുറച്ച് ക്ലിപ്പ് വെട്ടിക്കേറ്റുള്ള സാധനങ്ങളും എനിക്കായി. എനിക്ക് രണ്ടാമത്തെ കണ്ടന്റ് എന്തെങ്കിലും ഡോക്ടർ ട്രക്കിനും സ്കാമർ ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അൻവിനും എനിക്ക് നന്ദിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ഉപകാരം എനിക്ക് രണ്ടാമത്തെ കണ്ടന്റ് തന്നതിന്. ഇനി മൂന്നാമത്തെ കണ്ടന്റ് ട്രാക്ക് തരും, അതിന് അൻവിൻ റിപ്ലൈ ഇട്ടിട്ട് ഒരു കണ്ടന്റ് എന്തായാലും ചെയ്യുമായിരിക്കും. അപ്പൊ 4ാമത്തെ കണ്ടന്റ് ആയി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണലി ഒരു കണ്ടന്റ് വിചാരിക്കുന്നുണ്ട്. എന്റെ കാസറ്റ്, അബ്ദുൽ ഹക്കീം, ഡോക്ടർ ട്രാക്ക് റോയ്, അനന്തു, സജിത്ത എന്തോ ഈ സാധനം, പിന്നെ മല്ലൂസ് ലൈഫാ, പിന്നെ മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തുടക്കം വീഡിയോയുടെ ഫ്രണ്ടിലെടുത്താൻ കാണിക്കുമല്ലോ. ഈ 3 ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്താൻ പോകുന്ന 3 പേരെ കൂടെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്. ആസ് എ ന്യൂട്രൽ ഗായ്, ആസ് എ പബ്ലിക് ഗായ്, എനിക്ക് കുറച്ച് കാര്യങ്ങളും എനിക്ക് കുറച്ച് വീഡിയോയും ചെയ്യാനുണ്ട്.
എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതും കൂടെ ചെയ്യാം. അപ്പോ രണ്ടാമത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല എടുത്ത് സംസാരിക്കാനും മുഖാനുമായിട്ട്. ഇങ്ങേരെ കൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി മൂന്നാമത്തെ വീഡിയോയിൽ ഇങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോണില്ല എന്നും എനിക്ക് തോന്നി. എവിടെന്നെങ്കിലും കുറെ ആൾക്കാരുടെ ചാറ്റും അല്ലെങ്കിൽ അതിപ്പോ ഈ ചാറ്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂടെ ഇത് നടന്ന ആൾക്കാരാണോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവർ വായിക്കുന്നതാണോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊരു തെളിവായിട്ടൊന്നും പറ്റത്തില്ല. അത് തെളിവുമല്ല. രണ്ടെണ്ണത്തില് പുള്ളിക്കാരൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളുണ്ട്. ലാസ്റ്റ് അക്യൂസേഷൻ നമ്പർ 2 and 3 അത് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ ഒന്നാമത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. പൈസയുടെ കേസും കാര്യങ്ങളൊന്നും അതൊരു പ്രൂഫായിട്ട് നമുക്ക് എടുക്കാനും പറ്റുന്നില്ല. സോ ഇനി വരുമ്പോഴെങ്കിലും എന്തെങ്കിലും പ്രൂഫായിട്ട് കൊണ്ടുപോകാ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. കാരണം കൂടുതലൊന്നും സംസാരിക്കുകയില്ല. മൂന്നാമത്തെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞില്ല. ഈ 3 പേരെ കാണിച്ച് ഞാനൊരു വീഡിയോ ചെയ്യും 3 പേരെ പറ്റി. അതിലാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിനെ സംസാരിക്കും. Not an Anand fanboy, not a Drake fanboy. This is just my content. And signing off Shanus Talks from Shanus Talk. Until then, see you. Bye bye.